ഹലോ ഗൈസ്, ഈ കഥ തുടങ്ങുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ ഡോക്ജ കിം ട്രെയിനിലിരുന്നുകൊണ്ട് അവൻ്റെ ഫേവറേറ്റ് നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഡോക്ജ കിമ്മിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരുവാണെങ്കിൽ ഹീസ് എ കോർപ്പറേറ്റ് സ്ലീവ് ആൻഡ് ജീവിതത്തിൽ ഇതായിട്ടും വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൻ ഇങ്ങനെ നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും അവൻ്റെ കൊളീഗായിട്ടുള്ള സാങ്ക്യ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. സാങ്ക്യ ഇവൻ്റെ ജോലി സ്ഥലത്ത് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ഗേൾസാണ്. അപ്പോഴത്തേക്കും സാങ്ക്യ ഇവനും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവൻ മനസ്സിരുന്ന് ആലോചിക്കും ഇന്ന് ഇവൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് സ്പെഷ്യൽ ഡേയ്സ് ആണെന്ന്. ഈ സ്പെഷ്യൽ ഡേ ആയത് സാങ്ക്യ ഇവൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടൊന്നുമല്ല, ഇവൻ 10 വർഷമായിട്ട് വായിക്കുന്ന 3 Ways to Survive an Apocalypse എന്ന് പറയുന്ന നോവല് ഇന്ന് തീരാൻ പോവാണ്. അതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ വായിക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഇവ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു മെസ്സേജ് അവന് വരും. ഈ 3 Ways to Survive an Apocalypseൻ്റെ ഓഥറിൻ്റെ ഒരു മെസ്സേജ്. ഈ മെസ്സേജ് എന്തുവാണെന്ന് ഇവ ഇങ്ങനെ എടുത്തു നോക്കും. അപ്പോൾ മെസ്സേജിനകത്താണെങ്കിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് 7 മണിയാകുമ്പോഴത്തേക്കും 3 Ways to Survive an Apocalypse പെയ്ഡ് ഇതായിട്ട് മാത്രമേ ആൾക്കാർക്ക് വായിക്കാൻ പറ്റൂ. ഇവൻ മാത്രമാണ് അതിൻ്റെ ആകെയുള്ള വ്യൂവർ. എന്നിട്ട് ഇവന് വേണ്ടി ഒരു ഗിഫ്റ്റും ആ ഓഥർ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഇവനാണെങ്കിൽ അത് എന്തുവാണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്നത്. ഈ കറണ്ടൊക്കെ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് ഡോക്യുബ എന്ന് പറഞ്ഞൊരു സംഭവം ഇവരുടെ മുന്നിൽ അപ്രത്യക്ഷമായി. എന്നിട്ട് ഇവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഇത്രയും നാൾ ഒരു വിലയും കൊടുക്കാതെ സുഖമായിട്ട് ജീവിച്ചില്ലേ, ഇനി തൊട്ട് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇതിനുള്ള പ്രൈസ് നിങ്ങൾ പേ ചെയ്യേണ്ടി വരുന്നതായിരിക്കും. എന്നിട്ട് ഒരു ഗെയിം സിനാരിയോ പോലത്തെ ഒരു സംഭവം പറയും. ഇതിനകത്ത് ഇവർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സിനാരിയോസ് ഈ ഡോക്യുബ കൊടുക്കും. ഈ ഡോക്യുബ കൊടുക്കുന്ന സിനാരിയോസ് ഇവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് റിവാർഡ്സ് കിട്ടും. കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഡോക്യുബ ഇവരുടെ ഒരു ഫസ്റ്റ് സിനാരിയോ കൊടുക്കും. ഇവർ നിൽക്കുന്ന ബോഗിയിൽ എല്ലാവരും ഓരോ ലിവിങ് ക്രീച്ചറിനെ കൊല്ലണ്ടായിരിക്കും. ആ ഒരു സെറ്റ് ടൈം കൊടുക്കും. ആ ടൈമിനകത്ത് കൊന്നില്ലെങ്കിൽ ഇവർ മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഡോക്യുബ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടങ്ങ് പോവും. അപ്പോഴത്തേക്കും എല്ലാവരും പാനിക്കാവാൻ തുടങ്ങും. ഈ ആൾക്കാരൊക്കെ എങ്ങനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാനിക്കായിരിക്കുമ്പോഴത്തേക്കാണ് ഈ യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വയസ്സായവരെ കൊല്ലുന്നതായിരിക്കും നല്ലത്, യങ് ആയുള്ളവർക്ക് ഇനിയും ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടെന്ന് പറയും. ഇങ്ങനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്തായിരിക്കും ഈ ഡോക്ജ കിം ചെന്ന് ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഗ്രാസ് ഹോപ്പറിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ കൂടെടുത്തിട്ട് അതിനകത്തൊരു ഗ്രാസ് ഹോപ്പറിനെ കൊല്ലും. എന്നിട്ടാണെങ്കിൽ ഇവരെടുത്ത് പറയും ഒരു ലിവിങ് ക്രീച്ചറിനെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ഗ്രാസ് ഹോപ്പറുള്ള കൂടെടുത്ത് ആൾക്കാരുടെ മുകളിലോട്ട് എറിയും. എന്നിട്ടൊരു ഗ്രാസ് ഹോപ്പറിനെ എടുത്ത് ആ കൊച്ചു ചെക്കൻ്റെ കയ്യിലും കൊടുക്കും. അതിന് ശേഷം ഈ സിനാരിയോ കഴിയും. ഈ സിനാരിയോ കഴിയുമ്പോൾ ആകെ 5 പേര് മാത്രമേ ആ ബോഗിയിൽ രക്ഷപ്പെടുകയുള്ളൂ. അതിനകത്ത് ഒന്ന് സാങ്കിയാണ്, ഒന്ന് ഡോക്ജ കിമ്മും, ഒന്ന് ആ ചെക്കനും, ഒന്ന് ഡോക്ജ കിമ്മിൻ്റെ ബോസും, അതിന് ശേഷം വേറൊരു മിലിറ്ററി ഓഫീസറും. ഇവർ ഈ 5 പേരിങ്ങനെ ഇവരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഇവരുടെ അപ്പുറത്തുള്ള ബോഗിയിൽ നിന്നൊരു ചവിട്ടുന്നതിൻ്റെ സൗണ്ട് വരുന്നു. ആ ചവിട്ടുന്നതിൻ്റെ സൗണ്ട് വരുമ്പോഴത്തേക്കായിരിക്കും ഡോക്ജ കിം ഇങ്ങനെ ആലോചിക്കുന്ന ഈ സ്റ്റോറിയിലെ ഹീറോ സത്യം പറഞ്ഞാൽ 3ാമത്തെ ടൈമാണ് ഈ ലൈഫ് ജീവിക്കുന്നത്. റിഗ്രസ്സറാണ്. റിഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം മരിച്ചു കഴിഞ്ഞാൽ ലൈഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 3ാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക് ക്യാരക്ടറാണ്. ആൾക്കാരെയൊക്കെ ചുമ്മാ വന്നങ്ങ് കൊല്ലും. അതുകൊണ്ട് ഡോക്ജ കിമ്മിന് മനസ്സിലാവും ഇവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ഡേഞ്ചറാണെന്ന്. അങ്ങനെ ഡോക്ജ കിമ്മാണെങ്കിൽ പെട്ടെന്ന് ഇവരെ കൊണ്ട് ഡോറ് തുറപ്പിച്ചിട്ട് ബോഗിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടുമ്പോഴത്തേക്കായിരിക്കും ഇവർക്ക് സെക്കൻഡ് സിനാരിയോ കിട്ടുന്നത്. ഈ സെക്കൻഡ് സിനാരിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജുണ്ട്, ഇപ്പോൾ പൊട്ടിപ്പൊളിയാൻ പോകുന്ന. ആ ബ്രിഡ്ജ് ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് ഇവർ ക്രോസ് ചെയ്യണം. ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു വലിയ പാമ്പും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവരിങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഡോക്യുബ വന്നിട്ട് പറയുന്നത് അങ്ങനെ ഇത്ര എളുപ്പത്തിൽ നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു സോംബി അപ്പോക്കലിപ്സും കൂടി ഇട്ട് കൊടുക്കുക. ആ സോംബി അപ്പോക്കലിപ്സിൽ നിന്ന് എങ്ങനെയൊക്കെയാണ്ട് ഇവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും പറയുന്നത് ഈവൻ നമ്പർ ആൾക്കാർക്ക് മാത്രമേ ഇത് ക്രോസ് ചെയ്യാൻ പറ്റൂ പാലം. അങ്ങനെ ഈ സാങ്കിയനെ എടുത്തുകൊണ്ട് മറ്റേ ബോസ് ഓടും, പിന്നെ ബാക്കി 2 പേരും കൂടെ പോകും. അപ്പോൾ ഡോക്ജയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്കായിരിക്കും പിറകെ നമ്മുടെ മെയിൻ ക്യാരക്ടർ കഥയിൽ വരുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോറിയിലെ 3 Ways to Survive an Apocalypseലെ മെയിൻ ക്യാരക്ടർ വരുന്നത്. അപ്പോഴത്തേക്കും ഇവനെ വന്നിട്ടാണെങ്കിൽ ഡോക്ജനെ പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കിയിരുത്തിട്ട് നീ
ആരാന്ന് ചോദിക്കും. അപ്പോഴത്തേക്കാണ് ഡോക്കിജ പറയും, ഞാൻ ഇന്നതാണ്, ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ് ഈ ക്യാരക്ടറിന്, അങ്ങനെയൊക്കെ പറയും. അപ്പോഴത്തേക്കും ഇവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല മറ്റേ 3 Ways to Survive an Apocalypseലെ ഹീറോയിന്. നമുക്ക് അയാളെ ഹീറോ എന്ന് വിളിക്കാം. അപ്പോൾ ഹീറോയിനൊന്നും ഇത് വിശ്വാസമൊന്നും വരാത്തതുകൊണ്ട് ഈ ഡോക്കിജ പറയും ഒരു പ്രൊഫറ്റാണ്, അവന് ഫ്യൂച്ചർ മൊത്തം അറിയാമെന്ന്. അപ്പോഴത്തേക്ക് ഇവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹീറോ ആണെങ്കിൽ ഇവനെ കൊങ്ങയ്ക്ക് പിടിച്ചങ്ങ് താഴോട്ടങ്ങ് ഇടും. അപ്പോഴത്തേക്ക് ഒരു പാമ്പ് അവനെ അങ്ങ് വിഴുങ്ങും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് ഇച്ചിരി സപ്പോർട്ട് കിട്ടും. ആൻഡ് ആസ് ഓൾവേസ് കീപ് ബീയിങ് ഓസം. ബൈ.